മലയോര എക്സ്പ്രസ് പ്രധാന വാർത്തകൾ പവേഡ് ബൈ ജീവനം ആയുർവേദ് ഹോസ്പിറ്റൽ ഇരിട്ടി കീഴൂർ, സ്നേഹ സ്റ്റോഴ്സ് വാണിയപ്പറ, ലാസ അസോസിയേറ്റ്സ് അങ്ങാടിക്കടവ്. ചെയ്യേണ്ടി വരും. കാരണം അങ്ങേയറ്റം തെറ്റായ സമീപനമാണ് കേന്ദ്രത്തിലെയും കേരളത്തിലെയും ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. 3 മാസക്കാലം മാത്രമായൊരു ഗവൺമെന്റ് എങ്ങനെയാണ് ഈ നാട്ടിലെ ജനങ്ങളോട് പെരുമാറുന്നതെന്നുള്ളത് നമ്മൾ കണ്ടു. വീടുകളിൽ നൽകിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കില്ല എന്ന് പറയുകയാണ്. അത് തന്നെ കേട്ടാൽ അറിയാം ഈ ഗവൺമെന്റിന്റെ സമീപനം എന്താണെന്ന്. തളർന്നു കിടക്കുന്ന മനുഷ്യർ, വീടുകളിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാത്ത മനുഷ്യർ, അവരുടെ കയ്യിലേക്ക് കിട്ടിക്കൊണ്ടിരുന്ന 2000 രൂപ വീടുകളിൽ എത്തിച്ചു കൊടുക്കില്ല എന്ന് പറയുമ്പോൾ പാവപ്പെട്ട ജനങ്ങളോട് എന്ത് സമീപനമാണ് ശ്രീ വി ഡി സതീശൻ ഗവൺമെന്റിനുള്ളത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നതും, അദ്ദേഹം പുസ്തകങ്ങളെ പ്രണയിക്കുന്നു, പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്നു, വായനയെ ഇഷ്ടപ്പെടുന്നു, ഹൃദയത്തിനകത്ത് വലിയ ആർദ്രതയാണ് ഉള്ളത് എന്നൊക്കെ ഉള്ള PR പ്രചരണങ്ങളാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനെ കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആർദ്രതയുള്ളൊരു മനുഷ്യനാണോ? വീട്ടിൽ തളർന്നു കിടക്കുന്ന അച്ഛനും അമ്മയ്ക്കും വീടുകളിൽ LDF ഗവൺമെന്റ് എത്തിച്ചു കൊടുത്ത ക്ഷേമ പെൻഷൻ ഇനി മുതൽ നൽകില്ല, നിങ്ങൾ പോയി വാങ്ങണം എന്ന് പറയുന്നത്? അപ്പോൾ അതാണ് ഈ കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ സമീപനം. ഇതിനെതിരെ തെരുവുകളിൽ വളരെ ശക്തമായ സമരത്തിന്, വളരെ വലിയ യുവജന മുന്നേറ്റത്തിന് DYFI നേതൃത്വം നൽകും. ഞങ്ങൾ എപ്പോഴും സമരം ചെയ്യുന്നത് ഈ നാടിന് വേണ്ടിയാണ്. ഉയർന്നു വരുന്ന വിഷയങ്ങൾക്കനുസൃതമായിട്ടാണ് സമരങ്ങളുടെ രൂപവും അതിൻ്റെ ഭാവവും ഉണ്ടാവുക. ഏത് രൂപത്തിൽ സമരം ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നത് ഭരണകൂടത്തിൻ്റെ സമീപനമാണ്. നിലവിലിപ്പോൾ കേന്ദ്ര ഗവൺമെന്റും കേരളത്തിലെ ഗവൺമെന്റും അങ്ങേയറ്റം യുവജന വിരുദ്ധ സമീപനമാണ്. അതുകൊണ്ട് തന്നെ തീക്ഷ്ണമായ സമര പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകും. ഒപ്പം ഞങ്ങൾ തുടർന്നു വരുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു തരി പോലും പിന്നോട്ടടിയില്ലാതെ, ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകാതെ അത്തരം ഹൃദയപൂർവ്വം പോലെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ, രക്തദാനം പോലെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ, പുതിയ 2 പദ്ധതികളുണ്ട്. ഹെലോ ടു AI, അതുപോലെ തന്നെ ഹൃദയതാളം. ജീവിതശൈലി രോഗങ്ങൾ മൂലം ഒരുപാട് പേർ ഇപ്പോൾ ഹൃദയസ്തംഭനം വന്ന് മരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതിൻ്റെ കണക്കുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ CPR പരിശീലനം ഉൾപ്പെടെ ചെറുപ്പത്തിന് നൽകുന്ന യൂത്ത് ബ്രിഗേഡിൻ്റെ പുതിയ പദ്ധതിയാണ് ഹൃദയതാളം. അതുപോലെ AI സാധ്യതകൾ, പുതിയ തലമുറയെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഹെലോ ടു AI. അങ്ങനെ ഒരുപാട് പുതിയ പുതിയ സർഗാത്മകമായ പദ്ധതികളുണ്ട്. അതോടൊപ്പം നാടിൻ്റെ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരങ്ങൾക്ക് തെരുവുകളിൽ ഞങ്ങൾ ശക്തമായ നേതൃത്വം ഇന്നലകളിലെ പോലെ നടത്തും. ഞങ്ങൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ എല്ലാ സമീപനങ്ങൾക്കും എതിരെ സമരം ചെയ്യുന്നവരല്ല. ഇപ്പം തൂഫാൻ പോലെയുള്ള പദ്ധതി കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ അത് ലഹരിക്കെതിരെയുള്ള പോസിറ്റീവായ ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും അതിനോടൊപ്പം ചേർന്ന് നിൽക്കും. LDF ഗവൺമെന്റിന്റെ കാലത്ത് വിമുക്തി പോലെയുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഭാഗത്ത് തൂഫാൻ എന്ന് പറഞ്ഞിട്ട് മറുഭാഗത്ത് വീര്യം കുറഞ്ഞ മദ്യം നാട്ടിൽ വിളമ്പാൻ വേണ്ടിയുള്ള ഫയല് വളരെ വേഗത്തിൽ ഒപ്പിടുകയും, മണ്ണിടിച്ചില് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്യാനുള്ള ഫയൽ ഒപ്പിടാതിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം, ആ UDF രാഷ്ട്രീയത്തിനെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ലഹരിക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും. നമ്മുടെ സമൂഹത്തിനകത്ത് പൊതു ഇടങ്ങൾ ശക്തിപ്പെടുത്തണം. ചെറുപ്പത്തെ മറ്റു മേഖലകളിലേക്ക്, കായിക കലാ മേഖലകളിലേക്ക് അവരുടെ കഴിവിനെ തിരിച്ചുവിട്ട് അത്തരം പോസിറ്റീവ് സൈഡിലേക്ക് ചാനലൈസ് ചെയ്തുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി DYFI നേതൃത്വം നൽകും.